2018 ഇന്ത്യയും ഇംഗ്ലണ്ടും 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര കളിച്ചപ്പോൾ 4-1 എന്ന നിലയിൽ ഇംഗ്ലണ്ട് വിജയം കൈവരിച്ചു. അതും അവരുടെ മണ്ണിൽ. ഈ തോൽവിക്ക് പകരം വീട്ടാൻ 2020-21 സീസണിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യയിലേക്ക് വിളിച്ചു. 4 ടെസ്റ്റ് മാച്ചുകൾ അടങ്ങിയ പരമ്പരയിൽ 3-1 ഇന്ത്യ വിജയം കൈവരിച്ചു. തൊട്ടടുത്ത വർഷം, അതായത് 2021-22 ഇന്ത്യ ഇംഗ്ലണ്ടിൽ പോയി 5 ടെസ്റ്റ് മാച്ചുകൾ കളിക്കാൻ. 2-2 എന്ന നിലയിൽ സമനിലയിലായിരുന്നു മത്സരഫലം. ഹോം മാച്ചുകളിൽ ഇരു ടീമുകളുടെയും ആധിപത്യം വ്യക്തമാക്കാൻ ഈ കണക്കുകൾ തന്നെ ധാരാളം. ഇനി ഹൈദരാബാദിൽ വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന ആദ്യ ടെസ്റ്റിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് വന്നാൽ, വിരാട് കോഹ്ലിയുടെ പകരക്കാരനെ ഇതുവരെ BCCI പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ്. ഇംഗ്ലണ്ട് ലയൺസിനെതിരെ നടക്കുന്ന 4-ഡേ മാച്ചിൽ ഇന്ത്യ A ടീമിൻ്റെ ഭാഗമായ രജത് പാട്ടിദർ, സർഫറാസ് ഖാൻ എന്നിവർ ടെസ്റ്റ് ടീമിലേക്ക് എത്താനുള്ള സാധ്യത പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. A ടീമിൽ റിങ്കു സിംഗിനെ കൂടി ഭാഗമാക്കി BCCI മറ്റൊരു നീക്കം കൂടി നടത്തിയിട്ടുമുണ്ട്. സ്പിന്നിനെ തുണയ്ക്കുന്ന ഹൈദരാബാദിലെ പിച്ചിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ കൊയ്തിട്ടുള്ള അശ്വിനും ജഡേജയും അവസാന 11-ൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അശ്വിൻ ഇവിടെ കളിച്ച 4 മാച്ചുകളിൽ നിന്ന് 27 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. 3 മാച്ചുകൾ കളിച്ച ജഡേജ 15 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഇരുവരുടെയും ലക്ഷ്യം ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ അപ്രോച്ചിനെ നേരിടുക എന്നതാണ്. പതിവിന് വിപരീതമായി 3 വിക്കറ്റ് കീപ്പറുകളാണ് ഇന്ത്യൻ ടീമിലുള്ളത്. KL രാഹുൽ, KS ഭരത്, കൂടാതെ നവാഗതനായ ധ്രുവ് ജുറേൽ. ഇതിൽ രാഹുലിൻ്റെ സ്ഥാനം ഉറപ്പാണെങ്കിലും ജുറേൽ, ഭരത് എന്നിവരിൽ ആരെയെങ്കിലും പരീക്ഷിക്കാൻ തയ്യാറാകുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. പേസ് ആക്രമണത്തിന് സിറാജും ബുംറയും ഉണ്ടെങ്കിലും ഒരു 3ാം പേസ് ബൗളർ എന്ന നിലയിൽ ആവേശ് ഖാനേക്കാൾ സാധ്യത മുകേഷ് കുമാറിനാണ്. ഓപ്പണിംഗ് ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ രോഹിത്, ജയ്സ്വാൾ ജോഡികൾ തന്നെ കളത്തിലിറങ്ങാനാണ് സാധ്യത. കാരണം ബാസ്ബോൾ അപ്രോച്ചിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഈ 2 ഓപ്പണിംഗ് താരങ്ങൾക്ക് സാധിക്കും. പിന്നെയുള്ളത് ഗില്ലും ശ്രേയസ് അയ്യരുമാണ്. ഇവർ യഥാക്രമം 3-ഉം 4-ഉം സ്ഥാനത്തിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പരീക്ഷണങ്ങൾ എന്തൊക്കെയായാലും ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുകയാണ് പ്രഥമ ലക്ഷ്യം.